ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിരുന്നത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ടോർട്ടൻ ബോസ് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വന്നത്. ഇത് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പം കേക്ക് വാങ്ങിക്കാൻ വന്ന സമയത്ത് നമ്മൾ 12 മണിക്ക് വരാനായിട്ടായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ 12:15 എത്തിയിട്ട് പോലും അവർ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്നിട്ട് നല്ല അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഞങ്ങൾ മിക്കപ്പോഴും തന്നെ ഇവിടെ നിന്നാണ് കേട്ടോ കേക്ക് ഓർഡർ ചെയ്യുന്നത്. കാരണം ഇവിടെ കേക്ക് അവർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ കേക്ക്. നമ്മളവിടെ ചെന്നിട്ട് നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടത്, അവരുടെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർ അതുപോലെ നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ എന്താ പറയുന്നത്, ഇതൊരു ചെറിയ കേക്കാണ് കേട്ടോ. എന്നിട്ട് പോലും ഇതിന് 39 യൂറോ സംതിങ് ആയിട്ടുണ്ട്. ഒരു 40 യൂറോ പറയാം. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 4000 രൂപയോളം ആയിട്ടുണ്ട് കേട്ടോ ഈ കേക്കിന്. അപ്പോൾ എന്തായാലും കേക്കില്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കിട്ടി. അപ്പം അതുപോലെ തന്നെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും മാത്രം സ്ഥലമോ സ്പേസൊക്കെ നമുക്കില്ല. അപ്പോൾ ഉള്ള സ്പേസിൽ നമ്മൾ എന്താ പറയുന്നത്, പറ്റുന്ന പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ളൊരു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. പക്ഷേ എങ്കിലും ഭയങ്കര ഒരു എന്താ പറയുന്നത്, സന്തോഷം ഉണ്ടാക്കിയൊരു മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഒറ്റയ്ക്കാണ്, നമ്മൾ മാത്രമായിട്ടാണ് കേക്കൊക്കെ മുറിക്കുന്നത് കേട്ടോ. ഈ പ്രാവശ്യം ഇവർ രണ്ടുപേരും എന്താ പറയുന്നത്, ഫ്രണ്ട്സ് എന്ന് പറയാം, ലൈക്ക് നമ്മുടെ സിസ്റ്റേഴ്സ് എന്ന് പറയാം, അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അവരവിടെ ഇവിടെ നഴ്സിംഗ് പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കണ്ട് ഉള്ള പരിചയമാണ് കേട്ടോ. അപ്പോൾ അവർ ഇതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കൂടെ ഒന്ന് വിളിച്ചു. അപ്പം അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഇയറിൽ നാട്ടിൽ പോയിട്ട് അവിടെ ചെന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അവിടെ ചെന്ന് എല്ലാവരെയൊക്കെ ഒന്ന് വിളിച്ച് നല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സാഹചര്യവശാൽ അത് ഈ വർഷം സാധിച്ചില്ല. എന്തായാലും നെക്സ്റ്റ് ഇയറിൽ നാട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പം നാട്ടിൽ പോയില്ലെന്ന് പറഞ്ഞാലും ഇവിടെ ഞങ്ങൾ ചെറിയ രീതിയിലായാലും അത് വളരെ ഹാപ്പി ആയിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു. നീയാണെന്നൊന്നും പറയാൻ പാടില്ല. എക്സ്പെക്ടേഷൻ പ്രൈസ് കണ്ടിട്ട് ഇതിന്റെ സാധനത്തിന്റെ വാല്യൂ എത്ര പറഞ്ഞെങ്കിൽ ഞാൻ പറയാം. കണ്ടിട്ട് ഫോട്ടോ ഫ്രെയിമാണോ? അല്ല, ഫോട്ടോ ഫ്രെയിം ആവാൻ ചാൻസ് ഇല്ല. ഫോട്ടോ ഫ്രെയിം ഞാൻ വാങ്ങിച്ചാൽ ഓർമ്മയില്ല. ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ട് കൊള്ളാലോ. ഇതെപ്പോ പറ്റിച്ച് ഇത് കൊള്ളാലോ. അന്നേരം നീ എന്നെ പറ്റിച്ച്, ഞാനൊന്നും വാങ്ങിയില്ല. പക്ഷെ അത് ഒട്ടിക്കാൻ അതൊന്നും പറ്റില്ല. ചേട്ടായുടെ വലിയൊരു ഡ്രീം അച്ചീവ്. ഞാൻ പറഞ്ഞ വാക്ക് പാടിച്ചേ കേട്ടോ. ചേട്ടാ ഇത് ഏതാണെന്നറിയോ? ചേട്ടാ ഇത് ഏതാന്ന് മനസ്സിലായോ? ഇത് ഏതാണ്?
ചേട്ടനെ പോയില്ലേ അപ്പൊ നിന്നോട് പറഞ്ഞില്ല ഞാൻ നല്ല ഇഷ്ടപ്പെട്ട ഐപാഡ് ഒന്ന് നോക്കാനായിട്ട്. അത് നീ ഇഷ്ടപ്പെട്ട ഐപാഡാണ്. അത് കൊള്ളാം. അത് ഫാൻ മേടിക്കാനാന്ന് പറഞ്ഞിട്ട് എന്നോട് പോയിട്ട് അതൊന്നും കുഴപ്പമില്ല. ഫാൻ മേടിക്കാനെന്ന് എന്നെ കൊണ്ട് പോയിട്ട് ഫാൻ മേടിക്കണം ഭയങ്കര ചൂടാ. ഫാൻ വേർത്ത് കുറിച്ച് ഇല്ല, ഫാൻ അവിടെ ഇല്ലായിരുന്നല്ലോ. ചേട്ടനെ കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഐപാഡ് നോക്കി എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് വന്നു. ഞാൻ ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് അത് തന്നെ ഞാൻ പോയിട്ട് വന്നു. നമ്മൾ ചെന്ന് വാങ്ങിച്ചിട്ട് ചിലപ്പോ അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ സാധനങ്ങളാണ് ഇതൊക്കെ മേടിച്ച് ഇഷ്ടായെന്ന് ചോദിക്കേ. കൊള്ളാം കൊള്ളാലോ. ചോദിക്കുമ്പോ ഇങ്ങനെ നിൽക്കുക. ലാസ്റ്റ് കൊണ്ട് അവിടെ താട്ടെ നോക്കി നോക്കി. ഇത് കാർഡ്. എന്റെ ഫോൺ അടിക്കുന്നുണ്ടോ? കൊള്ളാം കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്, അഞ്ജലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കിയ ആളെ ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. അവൾ തന്നെയാണ് ഇത് വിളമ്പി എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ. അവൾ നന്നായി കുക്ക് ചെയ്യും. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിത്തരാം, ഞാൻ വന്ന് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അരിഞ്ഞ് പെറുക്കിയൊക്കെ കൊടുത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം അവൾ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അഞ്ജലിക്കുട്ടി, അവളാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ എന്താ പറയുന്നത്, അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ വെക്കുന്നത് കഴിക്കുന്നതിനെക്കാട്ടി വേറൊരാൾ വെച്ച് തരുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് അല്ലേ. എന്തായാലും ഞങ്ങളുടെ ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും ഡ്യൂട്ടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കേക്ക് മുറി കഴിഞ്ഞതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും ഒരു ചെറിയ ഫങ്ഷൻ ആണെങ്കിൽ പോലും വളരെ കളർഫുള്ളായിരുന്നു, ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ് ആയിരുന്നു ഞങ്ങൾക്ക്. അവരും കൂടെ വന്നപ്പോഴത്തേക്കിനും എന്താ പറയുന്നത്, ഒന്നും കൂടെ കളർഫുള്ളായി. എന്തായാലും ഈ ഒരു വർഷത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.